ടൈപ്പ് 1 ടൈപ്പ് 2 നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ടൈപ്പ് 1 നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ പോലെയാണ് വരുന്നത്. നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ഏർലി സ്റ്റേജിൽ ഉണ്ടാവുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ മാത്രം കൊണ്ടല്ല കേട്ടോ ടൈപ്പ് 1. ഞാൻ പറഞ്ഞ മെയിനായിട്ട് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ പാൻക്രിയാറ്റിക് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും, നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. അത് കൂടാതെ ചില ചില കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, മംസ്, അങ്ങനത്തെ കുറേ ചെറിയ പ്രായത്തിൽ വന്നാൽ അവർ പിന്നീട് ടൈപ്പ് 1 ആയിട്ട് മാറാം. ഇവൺ ഒരു ഹെറിഡിറ്ററി ഫാക്ടേഴ്സും അതിലുണ്ട്, ഡയബറ്റീസ് തന്നെ ഉണ്ട്. ഇപ്പോൾ ടൈപ്പ് 1ലും അത് റിലവൻ്റ്. ഇപ്പോൾ HLA കോംപ്ലക്സ് ജീൻസ് എന്നൊക്കെ പറയും. ആ ജീൻസൊക്കെ ആക്ച്വലി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിബ്ലിങ്ങിലോ അല്ലെങ്കിൽ ഒരു പേരൻറ്റിനോ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റവർക്കും ടൈപ്പ് 1 വരാനുള്ള ടൈപ്പ് 1 വരാം. അപ്പോൾ ടൈപ്പ് 1 നമുക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ പോലെ വരുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ലാതെ മാത്രമല്ല ടൈപ്പ് 2ലും ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസ്, ജനറ്റിക് പ്രിഡിസ്പോസിഷൻ എന്തായാലും അതിലും ഉണ്ട്.